താങ്ക് ഗോഡ്, സ്തോത്രം. അറിയാലോ, രതീഷാടെ പ്രൈസർ ഫാമിലിയിൽ നിന്ന് ഇന്ന് വചനം വെച്ചുള്ളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാലോ? ഏത്? വളരെ ശക്തിയേറിയ, നിങ്ങളുടെ പ്രാർത്ഥനയെ ശക്തിയുള്ളതാക്കി മാറ്റുന്ന വചനം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ വചനം തന്നെ ഒത്തിരി ഭക്തന്മാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവന്ന വചനം. പ്രാർത്ഥിക്കുവാൻ വേണ്ടി അല്ലെങ്കിലും ആ വചനം ഒത്തിരി പേരെ ശക്തരാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ വചനം വെച്ച് പ്രാർത്ഥിച്ചാലോ? അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേർ പ്രൈസർ ഫാമിലിയിലുണ്ട്. നിങ്ങൾ അറിയുന്നവരിൽ ഒത്തിരി പേരുണ്ട്. ഞാനും ആ വചനത്തിൻ്റെ ശക്തി ആവോളം അനുഭവിച്ചിട്ടുള്ളവനാണ്. പിടിച്ചു നിൽക്കുകയും വിടുതൽ പ്രാപിക്കുകയും മുൻപോട്ട് വരികയും ചെയ്തിട്ടുള്ളവനാണ്. അപ്പോൾ ആ വചനം മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം, അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സന്ദർഭം ഇതാണ്. കർത്താവായ യേശു ക്രിസ്തു തനിക്കൊപ്പമായിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് വാക്ക് അല്ലെങ്കിൽ ഏത് രീതിയിൽ, അതല്ല പ്രാധാന്യം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിപ്പീൻ. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന ഡയറക്റ്റായി വിശുദ്ധ വേദ പുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ അപ്പോസ്തലനായ പൗലോസും ശീലാസും യൂറോപ്പ് കീഴടക്കുവാൻ വേണ്ടി, ദൈവത്തിന് വേണ്ടി യൂറോപ്പിനെ നേടുക, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി യൂറോപ്പിനെ നേടുക എന്ന സുവിശേഷീകരണ ദൗത്യവുമായി കടന്നു പോകുന്നു. എന്നാൽ സംഭവിക്കുന്നതോ, അവർ കോലിനാൽ അടിക്കപ്പെടുന്നു, അവർ പൊതുസ്ഥലത്ത് വിവസ്ത്രരാക്കപ്പെടുന്നു, അവർ ബന്ധിക്കപ്പെടുന്നു, കാരാഗ്രഹത്തിന് അകത്താകുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒത്തിരി തവണ അനുഭവിച്ചിട്ടുള്ളതിന് സമാനമായ അവസ്ഥ തന്നെയാണ്. എന്താണെന്നോ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം നിങ്ങളുടെ വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെയോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മഹത്വം എടുക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇന്ന് ഇതൊരു നല്ല അവസരമാണ്. ഞാൻ അവനോട് യേശുവിനെ കുറിച്ച് പറയും, ഞാൻ അവനോട് പ്രാർത്ഥിക്കാമെന്ന് പറയും, ഞാൻ അവനോട് ബൈബിൾ വായിക്കാൻ പറയും, ഞാൻ അവനോട് പള്ളിയിൽ പോകാൻ പറയും, ഇല്ലേ? അങ്ങനെ നിങ്ങൾ പോകുകയും പൊതുസ്ഥലത്ത് നിന്ദിക്കപ്പെട്ട വിവസ്ത്രരായി തീർന്ന അപ്പോസ്തലനായ പൗലോസിനെയും ശീലാസിനെയും പോലെ തല കുനിച്ച് അയ്യോ വേണ്ടായിരുന്നു, പറയണ്ടായിരുന്നു, എന്തൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്കറിയാം. അങ്ങനെ പറയണം. അത് നമ്മൾ ഓരോരുത്തരിലും നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യമാണ്. എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവസരം കിട്ടുമ്പോൾ വച്ച് കാശിക്കോന്നേ, റിസൾട്ട് നോക്കണ്ട, വിത്താ അത്. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകൾക്കും ജീവനുണ്ട്. മരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന ഓരോ വിത്തിനും ജീവനുണ്ട്. അതിൻ്റെ പുറത്തുള്ള പൾപ്പ് നിറഞ്ഞ ഭാഗം ചീഞ്ഞു പോയാലും അകത്തു നിന്നൊരു ജീവൻ ഒരു ദിവസം പൊട്ടി മുളയ്ക്കും. ആ വൃക്ഷത്തെക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു വൃക്ഷമായി മാറും. ഇതുപോലെയാ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ വചനം. അതിന് ജീവനുണ്ട്. അതൊരു പക്ഷേ പറയുന്ന മാത്രയിൽ പറയുന്ന നിങ്ങൾക്ക് അപമാനമോ നിന്നയോ ഒക്കെ തന്നാലും അതൊരു നാൾ വളരും, അതൊരു നാൾ വളരും. അതിന് വളരാതിരിക്കുവാൻ കഴിയത്തില്ല. മാതാവേ, പിതാവേ, നിന്റെ മക്കളോട് നീ പറഞ്ഞ വചനം, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് ഞാനിങ്ങനെ പറയും, നീ അവർക്ക് യേശുവിനെ കൊടുത്തത് പരിഹാസത്തിനും നിന്ദയ്ക്കും തെറിവിളിക്കും ഒക്കെ കാരണമായിട്ടുണ്ടായിരിക്കാം. പക്ഷെ തിരിച്ചറിയണമേ, അതൊരു നാൾ മുളച്ചു വരും. അതിനൊരു നാൾ പുതിയ കിളിപ്പുകൾ ഉണ്ടാകും. അത് വളരും. നീ എന്ന വൃക്ഷത്തെക്കാൾ, താങ്ക് ഗോഡ്, നീ എന്ന വൃക്ഷത്തെക്കാൾ, നീ എന്ന വിശ്വാസി എന്ന വൃക്ഷത്തെക്കാൾ അത് വളരും. അപ്പോൾ നോക്കൂ, അവിടെ പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്തായിരിക്കുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? നമ്മളാണ് സെയിം സിറ്റുവേഷനിൽ എങ്കിൽ ഇതുപോലെ വചനം പറയണമെന്ന് പറഞ്ഞു പോയി, കണക്കിന് കിട്ടി, തിരിച്ചു വന്നു. എന്തായിരിക്കും സംഭവിക്കുന്നത്? ഭാര്യയും ഭർത്താവും തീരുമാനിച്ചിറങ്ങി പണി കിട്ടി തിരികെ വന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലോടി, നിൻ്റെയോടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊന്നും നമ്മൾ പറയാനുള്ളതല്ല, പറയുന്നവർ പറഞ്ഞോളൂ, ഇല്ലേ? അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ഇഷ്ടപ്പെടാതെ, അല്ലേ? പിന്നെ അത് പറഞ്ഞ് സുവിശേഷം പറയുവാൻ പോയ നിങ്ങൾ ദേശത്തിലെ ഏറ്റവും വലിയ സുവിശേഷ വിരോധികൾ ആയിത്തീരും. ഇതാ സംഭവിക്കുന്നത്. പക്ഷേ പൗലോസിലേക്കും ശീലാസിലേക്കും നോക്കി 25-ാമത്തെ വാക്യം പറയുന്നു,
അവർ കാരാഗ്രഹത്തിനകത്ത് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് അவ்விധത്തിൽ ആയിരുന്നു. ആ സമയത്ത് അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. എന്താണ് സ്തുതിക്കുവാൻ അവർക്കുണ്ടായിരുന്നത്? ഒന്ന് ചിന്തിച്ച്. അവർക്ക് സ്തുതിക്കുവാൻ എന്താ ഉണ്ടായിരുന്നത്? കർത്താവേ, നീ പൊതുസ്ഥലത്ത് ഞങ്ങളെ നഗ്നരാക്കിയ കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. അങ്ങനെയാണോ? നീ ഞങ്ങളെ കോല് കൊണ്ട് അടുപ്പിച്ച കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഗ്ലോറി. അങ്ങനെയാണോ? നോ, നെവർ. പിന്നെയോ അവർക്ക് വേണ്ടത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളുടെ പ്രതിഫലനം അത് അവരിൽ വെളിപ്പെട്ട് വരികയാണ്. അവർ തിരിച്ചറിയുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു വിടുതൽ ആവശ്യം. ഈ കാരാഗ്രഹത്തിനകത്തു നിന്ന് ഞങ്ങൾക്കൊരു വിടുതൽ ആവശ്യം. ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കൊരു വിടുതൽ ആവശ്യം. അതേ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളായിരിക്കുന്ന അതേ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യം. ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന്, കാരാഗ്രഹ സമാനമായ അവസ്ഥയിൽ നിന്ന്, അവിടെ സ്വാതന്ത്ര്യമില്ല. യെസ്, അതാ പ്രശ്നം. സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളായി ജീവിക്കുവാൻ കഴിയുന്നില്ല. അല്ലേ സഹോദര? ആ ജോലി സ്ഥലത്ത് നിനക്ക് നീയായി ജീവിക്കുവാൻ കഴിയുന്നില്ല. മറ്റു പലരുടെയും ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും. അയ്യോ, ഒരു നശിച്ച ജീവിതം തന്നെ. അധ്വാനിക്കുന്നുണ്ട് കഠിനമായി തന്നെ. അതിനുള്ള ഫലം കിട്ടണം. കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലേ? രണ്ടാമത് ആദ്യം നിനക്ക് നീയായി ജീവിക്കണം. അതിന് കഴിയുന്നില്ല സഹോദരി. ആ ജോലി സ്ഥലത്ത് നിനക്ക് നീയായി ജീവിക്കുവാൻ കഴിയുന്നില്ല. നിന്റെ ഇഷ്ടങ്ങൾ ഹനിക്കപ്പെടുന്നു, ചോദ്യം ചെയ്യപ്പെടുന്നു. പലരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നീ മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാറിയില്ലെങ്കിൽ, അവരുടെ വാക്കുകൾ അങ്ങനെ കേൾക്കുവാൻ തയ്യാറായില്ലെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും? ഭയമാ. മാറേണ്ടിയിരിക്കുന്നു. ചൂഷകന്മാരുടെ മുമ്പിൽ മാറേണ്ടിയിരിക്കുന്നു. നീ ഭയന്നായിരിക്കുക. വേണ്ടായിരുന്നു, ഇങ്ങോട്ട് വരണ്ടായിരുന്നു, മുൻപിൽ വലിയ ബാധ്യതയാ. എങ്ങനെ ഈ വഴിക്ക് പോയാലേ, ഈ വഴിക്ക് തെറ്റായി വഴിക്ക് പോയാലേ പറ്റത്തുള്ളൂ. നിന്റെ സ്വാതന്ത്ര്യം, നിന്റെ ജീവിക്കുവാനുള്ള അവകാശത്തെ തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ചിലത് നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചു നിൽക്കുന്ന ശത്രുക്കൾ, അതേ ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുവാൻ പോകുക. ഇന്ന് പകൽ നസ്രനായ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് ഗോഡ്. അവസ്ഥ മാറുക സഹോദരി. നീ ആയിരിക്കുന്ന അവസ്ഥ മാറുക. അമേൻ. ഭർത്താവ് നിന്റേതാണ്, എന്നാൽ നിന്റേതല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ, നിന്റേതല്ലാതായി തീർന്നിരിക്കുന്ന അവസ്ഥ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവൻ നിന്നിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ. മുമ്പൊക്കെ അവനിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ചേർത്ത് പിടിക്കുവാനായിരുന്നു. എന്നാൽ ഇപ്പോഴോ വരുന്ന ഓരോ വാക്കുകളും നിന്നെ അകറ്റിക്കളയുവാൻ, അകന്നകന്ന് പോകും വിധത്തിൽ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ട് പുറത്തു വരുന്ന വാക്കുകൾ. സഹോദര, നിന്റെ ഭാര്യയിൽ നിന്ന് അവളുടെ ആറ്റിറ്റ്യൂഡ്, അവളുടെ പെരുമാറ്റം മാറിപ്പോയിരിക്കുന്നു. അയ്യോ, നിന്നോടുള്ള സമീപനം മാറിപ്പോയിരിക്കുന്നു. അത് നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്, നിന്നെ വല്ലാതെ വേദനപ്പെടുത്തുന്നുണ്ട്. പല നിലകളിൽ ബാധിക്കപ്പെട്ട അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് ഒരു പുറത്തുവരവ് അവശ്യം, അതേ അത്യാവശ്യം. തിരിച്ചറിഞ്ഞായിരിക്കും അല്ലേ മാതാവേ, പിതാവേ, ഈ അവസ്ഥ മാറണം. മക്കളുടെ ഈ അവസ്ഥ മാറണം. എന്ത് ചെയ്താലും ഗതി പിടിക്കാത്ത, എന്ത് ചെയ്താലും ഒരിടത്തും എത്താത്ത, ഒരു വല്ലാത്ത നശിച്ച അവസ്ഥ, ഇത് മാറണം. അവർ ജയിച്ചു തുടങ്ങണം. അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നിങ്ങൾ സ്വപ്നം കണ്ടത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നല്ല സ്വഭാവം ഉണ്ടാകണം. വിടേണ്ടതൊക്കെ അവർ വിടണം. അവർ ജയിച്ചു തുടങ്ങണം. അവർക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കണം. അതെ, ഈ അവസ്ഥ മാറണം. ആരോഗ്യമുണ്ടാകണം. രോഗമെന്ന അവസ്ഥ മാറണം. സാഹചര്യം മാറണം. ഈ സാഹചര്യം മാറിയാലേ പറ്റത്തുള്ളൂ. കടത്തിനുമേൽ കടം. ഈ സാഹചര്യം മാറണം. നിന്ന അപമാനം, തലകുരിയൽ, ഈ സാഹചര്യം മാറണം. അപ്പോ അവരുടെ ആവശ്യം ഈ സാഹചര്യം മാറണം. കാരാഗ്രഹത്തിൻ്റെതായ സാഹചര്യം മാറണം. ഇങ്ങനെ മുൻപോട്ട് പോയാൽ പറ്റത്തില്ല. ഈ സാഹചര്യം മാറണം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരത് പ്രതീക്ഷിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് കേട്ട വാക്കുകൾ ഉള്ളിലെടുത്തുകൊണ്ട് അവർ പ്രതീക്ഷിച്ചു. എന്താണ്? കർത്താവ് ഞങ്ങളെ ഈ കാരാഗ്രഹത്തെ പൊളിച്ച് പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. അപ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുവാനായി തുടങ്ങി. എങ്ങനെയായിരിക്കണം? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ ആ വാക്കുകൾ ചേർത്ത് ആ പ്രാർത്ഥനയെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി അവർ ഇങ്ങനെ ആയിരിക്കണം പ്രാർത്ഥിച്ചത്. കർത്താവേ, നീ ഈ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കി ഞങ്ങളെ പുറത്തു കൊണ്ടുപോയി ഈ രാജ്യത്തെ ഞങ്ങളുടെ കയ്യിൽ നിനക്കായി തരുന്ന കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. യെസ്, എങ്ങനെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയും? അവർ കാണുകയാണ് വിശ്വാസത്താൽ. അവരുടെ ആഗ്രഹം കർത്താവ് അവർക്ക് നൽകി. എന്താണ് അവരുടെ ആഗ്രഹം? യൂറോപ്പ് ഞങ്ങൾക്ക് വേണം. യൂറോപ്പിനെ ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ നേടും. അതെ, അത് കിട്ടിയെന്ന് പറഞ്ഞ് അവർ ദൈവത്തെ സ്തുതിക്കുവാനായി തുടങ്ങി. ഓ സ്തോത്രം! ഇതൊരു വേറെ ലെവലാ. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും ദൈവത്തെ വിളിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, അവരുടെ മധ്യത്തിൽ ഒരു പ്രത്യേക പൊസിഷൻ ഉള്ളവരാണ്
ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ, ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നവർ, വിശ്വാസത്താൽ തങ്ങൾക്ക് വേണ്ടത് കണ്ട് തങ്ങൾ ആവശ്യത്തോടെ ആയിരിക്കുന്നു, തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് കണ്ട് പ്രാർത്ഥിക്കുന്നവർ അവർ വേറൊരു ലെവലിലാണ്. നോക്കൂ, ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്തായി. അപ്പോൾ ലേഖനങ്ങളിലൂടെ അപ്പോസ്തലനായ പൗലോസിന്റെ നമുക്ക് കിട്ടപ്പെട്ട ചരിത്രം, രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ചരിത്രം വായിച്ചു മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും. പൗലോസ് ഒത്തിരി തവണ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. കോലിനാൽ അടികൊണ്ടിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്, വസ്ത്രം പോയിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്, ചാടിയിട്ടുണ്ട്, മൃഗയുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, മല്ലയുദ്ധത്തിൻ്റെ ഇടയിൽ പെട്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി കഷ്ടതകൾ പൗലോസിൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ പൗലോസും ശീലാസും കൊണ്ട് കാരാഗ്രഹത്തിനകത്തായി. ദൈവം എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഒന്ന് ശ്രദ്ധിച്ചേ. ഒരുപാട് കഷ്ടതകളിലൂടെയാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെയും ദൈവം ചിന്തിച്ചിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം. ഈ കഷ്ടതയിലൂടെ അവൻ ഒന്നുകൂടെ ശക്തനായി മാറട്ടെ, 2 ദിവസം അവിടെ കിടക്കട്ടെ. അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് അത് അനുവദിച്ചതെന്ന് ചോദിച്ചാൽ, ഓരോ കഷ്ടതയും ഭക്തനെ ശക്തനാക്കി മാറ്റും. അടുത്ത പ്രതിസന്ധിയെ ജയിക്കുവാൻ അവന് കരുത്ത് നൽകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ദൈവദാസനെ അടുത്ത പ്രതിസന്ധി ഇല്ലെങ്കിൽ നിനക്ക് വളർച്ചയില്ല. നീ മുകളിലേക്കല്ല, നീ പ്രതീക്ഷിക്കുന്ന ഉയരങ്ങളിലേക്കല്ല, താഴേക്ക് പോകും. അപ്പോൾ പ്രതിസന്ധികളാണ്, പ്രശ്നങ്ങളാണ്, കഷ്ടങ്ങളാണ് നിങ്ങളെ ഇന്ന് കാണുന്ന ശക്തന്മാരാക്കി മാറ്റിയത്. അതേ, നിങ്ങളെ ശക്തന്മാരാക്കി മാറ്റുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും തന്നെ, നിസ്സംശയം. അത് ഞാൻ പറയട്ടെ. എന്നാൽ ദൈവത്തിൻ്റെ ആ ആലോചനയെ പോലും വ്യർത്ഥമാക്കി ഇവരുടെ പ്രാർത്ഥന മാറ്റി. നോക്കൂ, അവർ സ്തുതിച്ചു തുടങ്ങിയപ്പോൾ ദൈവം വിചാരിച്ചു, ഇവരങ്ങനെ കഷ്ടതയിൽ കിടന്ന് ശക്തിപ്പെടണം, ഇവർ പുറത്ത് വന്ന് സാക്ഷ്യത്തിൽ ശക്തിപ്പെട്ടോട്ടെ. താങ്ക് ഗോഡ്, സാക്ഷ്യത്തിൽ ഇവർ ശക്തിപ്പെട്ടോട്ടെ. ചിലർ കഷ്ടതയിലൂടെ ശക്തിപ്പെടും, ചിലർ സാക്ഷ്യത്തിലൂടെ ശക്തിപ്പെടും. രണ്ടും ആവശ്യമാണ്. കഷ്ടതയിലൂടെയും ശക്തിപ്പെടണം, സാക്ഷ്യത്തിലൂടെയും ശക്തിപ്പെടണം. സാക്ഷ്യത്തിലൂടെ എങ്ങനെയാണ് ശക്തിപ്പെടുന്നത്? ദൈവം എനിക്ക് വേണ്ടി ഇത് ചെയ്തു. അർത്ഥം, ഇനി എന്ത് പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കും, അവനിൽ തന്നെ വിശ്വാസം അർപ്പിക്കും, അവങ്കിൽ തന്നെ ആശ്രയം വയ്ക്കും. അപ്പോൾ കഷ്ടതയിലൂടെയും ശക്തി, സാക്ഷ്യത്തിലൂടെയും ശക്തി. ഒരു കാര്യം, അതെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, ഞാൻ സന്തോഷത്തോടെ നിങ്ങളോട് പറയട്ടെ, ദൈവം എന്ത് ചെയ്താലും അത് നിങ്ങളുടെ നന്മയ്ക്കായി ആയിരിക്കും. കഷ്ടതയാണെങ്കിലും നിങ്ങളുടെ നന്മ, നല്ലതാണെങ്കിലും നിങ്ങളുടെ നന്മ. ദൈവമാണ് ചെയ്യുന്നതെങ്കിൽ അതിന് പിന്നിൽ നിങ്ങളുടെ നന്മ എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ കാണത്തുള്ളൂ. അപ്പോ ഈ വചനം വെച്ചാണ് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചത്. കർത്താവേ, നീ ഞങ്ങളെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ പൊളിച്ച് പുറത്തു വിട്ട് യൂറോപ്പ് എന്ന രാജ്യം നിനക്ക് വേണ്ടി നേടിയെടുക്കുവാൻ ശക്തി തന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ രാജ്യത്തെ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രൈസർ ഫാമിലിയിലുള്ള ഒത്തിരി പേരുണ്ട്. അതിലൊരു സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്നു. വളരെ വിഷമത്തോടെ തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ തന്നെ വിഷയം ഇതാണ്. ആ സഹോദരിക്ക് നിൽക്കാത്ത ബ്ലീഡിംഗ് ആയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആദ്യം മെഡിസിൻ കൊടുത്തു, കുറവില്ല. സ്കാൻ ചെയ്തു, വയറ്റിനകത്ത് ഒരു ട്യൂമർ. അപ്പോൾ ഈ കാര്യം ഡോക്ടറിൽ നിന്ന് കേട്ട് തന്നെ അറിയുന്ന തൻ്റെ പ്രിയപ്പെട്ടവരുമായി ചർച്ച ചെയ്തു. അപ്പോൾ ആ പ്രിയപ്പെട്ടവർ ലോകത്തിൽ നിന്ന് അവർ അറിഞ്ഞ അറിവ് വെച്ചിട്ട് ആ സഹോദരിക്ക് പറഞ്ഞു കൊടുത്തു, യൂട്രസ് മാറ്റേണ്ടി വരും. നിന്റെ ശരീരത്തിലെ ഒരു സ്ത്രീയെ അമ്മയാക്കി മാറ്റുന്നു, ആ അവയവത്തെ മാറ്റേണ്ടി വരും. ഒരു അവയവം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുവാൻ പോകുന്നു. ആ സഹോദരി തളർന്നു പോയി. പല പല സംശയങ്ങളാണ് ആ സഹോദരിക്ക്. ഇനി എങ്ങനെ ദൈവദാസനെ ഞാൻ ജീവിക്കും, കുടുംബമായി എങ്ങനെ ജീവിക്കും, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞുമക്കൾ, ചെറുപ്പമാ സഹോദരി, വല്ലാത്ത ടെൻഷനാ. ഞാൻ പറഞ്ഞു, സഹോദരി ധൈര്യമായിരിക്കും, കർത്താവ് കൂടെ ഉണ്ടല്ലോ. സഹോദരി പറഞ്ഞു, ദേവദാസനെ എങ്ങനെ എനിക്ക് ധൈര്യപ്പെടാൻ കഴിയും? എൻ്റെ ഈ അവസ്ഥയിൽ നിങ്ങളൊന്ന് ചിന്തിക്കും, നിങ്ങൾക്കിത് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അമ്മേൻ, എനിക്ക് ഭാര്യയുണ്ട്, എനിക്കും അമ്മയുണ്ട്, നിങ്ങളെപ്പോലെ ഒത്തിരി സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ മനസ്സിലാക്കുന്നതിനേക്കാൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരുവനുമുണ്ട്. ആരാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കുവാനായിട്ട് അവന് നല്ലതുപോലെ കഴിയും. ഞാൻ പറഞ്ഞു, സഹോദരി, നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും.
നിങ്ങളുടെ ഈ ഭയത്തെ പുറത്ത് കളയുന്ന, ഭയപ്പെടുന്നത് സംഭവിക്കാതിരിക്കുവാനുള്ള ഒരു അത്ഭുതം. അപ്പോൾ സഹോദരി ചോദിച്ചു, ദേവദാസനെ എങ്ങനെ ഞാൻ പ്രാർത്ഥിക്കണം, പറഞ്ഞു തരൂ, എങ്ങനെ ഞാൻ പ്രാർത്ഥിക്കണം? അപ്പോൾ ഒത്തിരി പേരോട് പറഞ്ഞിട്ടുള്ള ഈ വചനം തന്നെ ആ സഹോദരിക്കും ഞാൻ പറഞ്ഞു കൊടുത്തു. സഹോദരി, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: യേശോപ്പാ, അങ്ങ് ഒരു ഓപ്പറേഷനും കൂടാതെ എൻ്റെ വയറ്റിനകത്തുണ്ടായ ആ മുഴയെ പുറത്ത് കളഞ്ഞ കൃപയ്ക്കായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ ശരീരത്തിൽ നിന്നൊരവയവം നഷ്ടപ്പെട്ടു പോയി, ബലഹീനയായി തീരാതെ എന്നെ പരിപാലിച്ച കൃപയ്ക്കായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ആ സഹോദരി എല്ലാ ദിവസങ്ങളും സമയം വേർതിരിച്ച് സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും തുടങ്ങി. ഫലമോ, ഡോക്ടറെ കാണുവാൻ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ ഇനി നമുക്ക് വേറൊന്നും നോക്കണ്ട, സർജറിയിലേക്ക് പോകാം. അപ്പോൾ ആ സഹോദരി വിശ്വാസത്തോടെ പറഞ്ഞു, ഡോക്ടർ ഒന്നുകൂടെ സ്കാൻ ചെയ്ത് വരട്ടെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ആദ്യം നമുക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാം, എല്ലാം ആയതിനു ശേഷം സ്കാനിങ് എടുക്കാം, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഇപ്പോൾ എടുക്കണ്ട. ആ സഹോദരി പറഞ്ഞു, വേണ്ട, എനിക്കിപ്പോൾ ഒരു സ്കാനിങ് എടുക്കണം. അപ്പോൾ ആ ഡോക്ടർ വിചാരിച്ചു, ഇവരുടെ കയ്യിൽ ഏതോ കുറച്ച് പൈസ കിട്ടി കാണും, അത് ചിലവാക്കാനായിരിക്കും. വിശ്വാസം പറയുമ്പോൾ അങ്ങനെയാ. ആ സഹോദരിക്ക് ഡോക്ടർ സ്കാനിങ് നിർദ്ദേശിച്ചു. സ്കാനിങ് കഴിഞ്ഞ് ആ സഹോദരി വളരെ വിശ്വാസത്തോടെ ആ സ്കാനിങ് റിപ്പോർട്ടുമായി ഡോക്ടറുടെ അടുക്കലേക്കല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരുന്നു. പിന്നെയും പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഡോക്ടറെ കാണുവാൻ പോയി ആ സ്കാനിങ് റിപ്പോർട്ട് കൊടുത്തു. ഡോക്ടർ ആ സ്കാനിങ് റിപ്പോർട്ട് നോക്കി, ആ സഹോദരിയെ നോക്കി, എന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താ ആളെ കളിയാക്കുകയാണോ? ആ സഹോദരി പറഞ്ഞു, ഞാനെന്ത് കളിയാക്കി ഡോക്ടറെ? വല്ലവരുടെയും സ്കാനിങ് റിപ്പോർട്ട് കൊണ്ടാണോ വരുന്നത്? നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ട് എവിടെ? ആ സ്ത്രീ ആ കവർ, സ്കാൻ റിപ്പോർട്ടിന്റെ കവർ ആ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ നോക്കി, അതെ, ആ സഹോദരിയുടെ പേര്. അയാൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കണമോ ഇരിക്കണമോ എന്നറിയാത്ത ഒരവസ്ഥയിൽ, അതെ, ആ സ്കാനിങ് റിപ്പോർട്ടിനകത്ത് ആ മുഴയില്ല, തൻ്റെ ഒരു അവയവത്തെ നീക്കുന്ന മുഴയില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നീ വല്ലാതെ കരയുക, മാതാവേ, നീ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുക. എൻ്റെ ശരീരത്തിൽ നിന്നൊരു അവയവം നഷ്ടപ്പെട്ടു പോകുമോ, ഞാൻ ബലഹീനയായി തീരുമോ, വല്ലാത്ത ഭയം. ആ ഭയത്തിന് അറുതി ഉണ്ടാകുവാൻ പോകുക. കത്തി തൊടാതെ നിന്റെ ശരീരത്തിൽ വളർന്നു വരുന്ന ചിലത് പുറത്തു പോകുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അത് മുഖാന്തരമുള്ള ആ ബ്ലീഡിങ് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ നിൽക്കുക. താങ്ക് ഗോഡ്. പ്രാർത്ഥിക്ക്. അത് മുഖാന്തരം കുഞ്ഞുങ്ങളുണ്ടാകാതെ ചില വളർച്ചകൾ മുഖാന്തരം, യൂട്രസിനകത്ത് ചില PCOD മുഖാന്തരം കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ ഗർഭം ധരിക്കുന്നുണ്ട്, ഗർഭത്തിലെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. വലിയ വേദനയോ, മരണവേദനയോ. ആ മരണവേദനയ്ക്ക് ഇന്ന് എൻ്റെ കർത്താവ് അറുതി വരുത്തുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് ഗോഡ്. ആ സഹോദരിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഇന്ന് പ്രാർത്ഥിക്കുന്ന, എനിക്കൊപ്പം പ്രാർത്ഥിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുക. അതെ, ആ സൗഖ്യം, അതേ മാതാവേ, ആ സൗഖ്യം, സഹോദര ആ സൗഖ്യം, സഹോദരി ആ സൗഖ്യം, പിതാവേ ആ സൗഖ്യം, കുഞ്ഞുമക്കളെ ആ സൗഖ്യം നിങ്ങൾ അനുഭവിക്കുക. താങ്ക് ഗോഡ്. ഡോക്ടർ തന്നെ അവിശ്വസിക്കുന്ന സൗഖ്യം. അതെ, വിശ്വസിക്കുന്നത് ലോകം അവിശ്വസിക്കും. അവനത് നേടിയാലും അവന് വിശ്വസിക്കുവാൻ കഴിയത്തില്ല. അതാണ് വിശ്വാസി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമാണ്. താങ്ക് ഗോഡ്. ഡയറക്റ്റായി അപ്പോസ്തലനായ പൗലോസിന്റെയും ശീലാസിന്റെയും പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇൻഡയറക്റ്റായി ഓരോ പ്രാർത്ഥനയുടെയും അടിസ്ഥാനം ഇതാണ്. ഭക്തന്മാരുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനം ഇത് തന്നെയാണ്. നോക്കൂ, കാനന മധ്യത്തിലായിരിക്കുന്ന ദാവീദ് തൻ്റെ ആടുകളെ മേച്ചായിരിക്കുന്നു. അതായത് തൻ്റെ വരുമാനമാർഗം, തൻ്റെ നന്മ, ആ നന്മ കവരുവാനായി കടന്നു വരുന്ന സിംഹവും കരടിയും. വചനം പറയുന്നു, 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 34-35 വാക്യങ്ങൾ, ദാവീദ് ആ സിംഹത്തെയും കരടിയെയും കീറിക്കളഞ്ഞു. തൻ്റെ നന്മ കവരുവാൻ വന്ന സിംഹത്തെയും കരടിയെയും ദാവീദ് കീറിക്കളഞ്ഞു. എങ്ങനെയാണ് ദാവീദിന് വെറും കൈകൊണ്ട് ആ സിംഹത്തെയും കരടിയെയും കീറിക്കളയുവാൻ കഴിഞ്ഞത്? അവൻ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട്, ദൈവം എന്നോട് കൂടെയുണ്ട്, എൻ്റെ നന്മ കവർന്നു കൊണ്ടുപോകുവാൻ ഒരു ശത്രുവിനെയും അവൻ അനുവദിക്കത്തില്ല. ആ തിരിച്ചറിവ്, ആ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ആ സിംഹത്തെയും കരടിയെയും കീറിക്കളയുവാൻ അവനെ പ്രാപ്തനാക്കി തീർത്തുവെങ്കിൽ, സഹോദര സഹോദരി, നിന്റെ നന്മ കവരുവാൻ, നിന്റെ തൊഴിലിടത്തിൽ നിന്റെ നന്മ കവരുവാൻ, നിന്റെ വരുമാന മാർഗത്തെ ചോർത്തിക്കൊണ്ടുപോകുവാൻ, സഹോദരി, നിന്റെ ഭർത്താവിൻ്റെ അധ്വാന ഫലത്തെ ചോർത്തിക്കൊണ്ടുപോകുവാൻ,
ആ വഴി അടച്ചു കളയുവാൻ, അതിനെ കവർന്നെടുക്കുവാൻ കടന്നു വരുന്ന ശത്രുവിനെ വെറും കൈകൊണ്ട് സിംഹത്തെയും കരടിയെയും കീറുവാൻ തക്കവണ്ണം ദാവീദിനെ ശക്തനാക്കിയ ദൈവം നിന്നെ ശക്തനാക്കി മാറ്റിയ നിന്റെ കൈക്ക് മുമ്പിൽ ആ ശത്രു വീഴുക. അതേ സഹോദര സഹോദരി, ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രു അവന്റെ പദ്ധതികളും ഇപ്പോൾ വീഴുക. പ്രാർത്ഥിക്കുക, യേശുവേ എന്റെ ജോലി സ്ഥലത്ത് എനിക്ക് വിരോധമായി എഴുന്നു നിൽക്കുന്ന ശത്രുവിനെ തകർക്കുവാൻ അങ്ങ് എനിക്ക് ശക്തി തന്ന കൃപയ്ക്കായി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്. അങ്ങ് ആ ശത്രുവിനെ തകർത്ത കൃപയ്ക്കായി. എന്റെ സുപ്പീരിയേഴ്സ് എന്ന എന്റെ ശത്രുവിനെ, അവിടെ നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ എന്നെ ഓടിക്കുവാൻ പദ്ധതി ഒരുക്കുന്ന എന്റെ ശത്രുവിനെ അങ്ങ് തകർത്തു തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. നിന്റെ കൈ കൊണ്ട് നീ അതിനെ തകർക്കുവാൻ പോവുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുക സഹോദരി. സഹോദരി, അതങ്ങനെ സംഭവിക്കുക. നന്മ കവരുന്ന നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ട് വരേണ്ട നിന്റെ ഭർത്താവിൻ്റെ അധ്വാന ഫലം, അവൻ്റെ വിയർപ്പ് തുള്ളികൾ ചോരയാക്കി അവൻ സമ്പാദിക്കുന്നത് അനുഭവിക്കേണ്ടത് നീയാണ്, നിന്റെ തലമുറകളാണ്. മറ്റാരോ അനുഭവിക്കുന്നു. ആ വിയർപ്പ് തുള്ളികൾ ചോരയായതിൻ്റെ കഷ്ടത നീയും അനുഭവിക്കുന്നു. അയ്യോ, എന്തൊരു കഷ്ടമാടാ അല്ലേ സഹോദരി, വലിയ പാടാ. ആ ശത്രുവിനെ നീ വെറും കൈയാൽ കീറിക്കളയുവാൻ പോകുക. യെസ്, ആമേൻ. നിനക്ക് മുമ്പിൽ ആ ശത്രു പരാജയപ്പെടുവാൻ പോകുക. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പലരും ചോദിക്കും വിധത്തിൽ നിനക്ക് മുമ്പിൽ ആ ശത്രു താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളെ, അവരുടെ നന്മകളെ കവരുവാൻ വരുന്ന സ്തോത്രം സിംഹത്തെയും കരടിയെയും കീറിക്കളയുവാൻ അവർക്ക് ശക്തിയില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ശക്തി ഉണ്ടാകും. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും. ആ ശക്തി പകരപ്പെടും. നന്മ കവരപ്പെടുന്നുണ്ട്. ആരോഗ്യമെന്ന നന്മ സമ്പത്താണത്, കവരപ്പെടുന്നുണ്ട്. കടന്നു വരുന്ന സിംഹവും കരടിയും പ്രാർത്ഥിക്ക്, അത് കീറപ്പെടുക. യെസ്, സൗഖ്യമാകാ. ചിലത് കീറപ്പെടും, നീ സൗഖ്യമാകും. കവരുവാൻ വരുന്ന ചിലത്, കൊള്ളയിടുവാൻ വരുന്ന ചിലത് കവരപ്പെടും, നീ സൗഖ്യമാകും. ബാധ്യതയിലാകുവാൻ തക്കവണ്ണം ചിലത് കൊള്ളയിട്ട് പോകുന്നു. നിന്റെ ആശയങ്ങൾ, നിന്റെ ഐഡിയാസ് ഒത്തിരി രാത്രികളിൽ ഉറക്കമിളച്ച് നീ കണ്ടെത്തിയ നിനക്കും നിന്റെ കുടുംബത്തിനും നിനക്കൊപ്പമുള്ളവർക്കും സന്തോഷമായി അനുഭവിക്കുവാൻ വേണ്ടത് മറ്റാരോ കൈക്കലാക്കി പോകുന്നു. നിന്റെ ബിസിനസ്സിനെ മറ്റാരോ കൈക്കലാക്കുന്നു. നിനക്കുണ്ടാകേണ്ട ബിസിനസ്സിനെ മറ്റാരോ കൈക്കലാക്കുന്നു. നിനക്കുണ്ടാകേണ്ട ആ ലാഭത്തെ മറ്റാരോ കൈക്കലാക്കുന്നു. ആ ആരോയെ കീറിക്കളയുവാൻ, അതെ, ആ കൈക്കലാക്കുന്ന ആരോകളെ കീറിക്കളയുവാൻ എൻ്റെ ദൈവം നിന്റെ കരങ്ങൾക്ക് ശക്തി പകരുക. ദാവീദിനെ പോലെ പ്രാർത്ഥിക്കുക. തീർന്നില്ല, തൻ്റെ വഴി തടയുന്ന ഗോലിയാത്തിനെയും 1 ശമൂവേൽ പ്രവാചകന്റെ തന്നെ പുസ്തകം 17-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ ദാവീദ് തകർത്ത് കളയുന്നതായി വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന, മീൻസ് കരിയറിനെ നശിപ്പിക്കുന്ന, ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതാക്കുന്ന, അതെ, ആ ഗോലിയാത്തുമാർ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഇന്ന് തകർക്കപ്പെടുവാൻ പോകും. ഈ വചനം ഇന്ന് ചിലരെ സ്തോത്രം അവരുടെ ലക്ഷ്യത്തിൽ എത്തിക്കുവാൻ പോകും. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ കരിയർ തകർത്ത് കളയുന്ന ദാവീദിന്റെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന ഗോലിയാത്ത് വീണതുപോലെ നിന്റെ തലമുറകളുടെ കരിയർ തകർത്ത് കളയുന്ന, അവർക്ക് മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുത്തി കളയുന്ന, തടഞ്ഞു വയ്ക്കുന്ന, അതെ, ആ ശത്രു തകർക്കപ്പെടുക. സഹോദരി പ്രാർത്ഥിക്കുക, നിനക്ക് മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, സാധ്യതകൾ തകർത്ത് കളയുന്ന ശത്രു വീഴുക. അതകത്താകാം, പുറത്ത് മാത്രമല്ല, അതകത്താകാം. നീ പുറത്ത് വരരുതെന്ന് ആഗ്രഹിച്ചു, നീ അടുക്കളയിൽ ഒതുങ്ങി പോകണമെന്ന് ആഗ്രഹിച്ച് സഹോദരി നിന്നോട് ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദരൻ, നിനക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുത്തി കളയുന്ന, അതെ, ആ ശത്രു നിനക്ക് മുമ്പിൽ കീഴ്പ്പെടുവാൻ പോകുക. മീൻസ് നീ ആ ശത്രുവിനെ തകർക്കുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കരിയർ നശിപ്പിക്കുക. തലമുറകളുടെ കരിയർ നശിച്ചു കൊണ്ടിരിക്കുക. അഡ്മിഷൻ കിട്ടുന്നില്ല, റിസൾട്ട് ഉണ്ടാകുന്നില്ല, ആഗ്രഹിക്കുന്ന കോഴ്സിന് പോകുവാൻ കഴിയുന്നില്ല, ആഗ്രഹിക്കുന്ന രാജ്യത്തിലേക്ക് പോകുവാൻ കഴിയുന്നില്ല, പഠിക്കുവാൻ പോലും പലപ്പോഴും കഴിയുന്നില്ല. മീൻസ് കരിയർ നശിപ്പിച്ചു കൊണ്ടിരിക്കുക. നീ അവിടെ എത്തരുത്. ആ കരിയറിന് പിന്നിൽ നിനക്കൊരു ലക്ഷ്യമുണ്ട്.
വാഗ്ദത്തത്താൽ നീ കേട്ടതാകാം, നിന്റെ മാതാപിതാക്കൾ കേട്ടതാകാം, നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതാകാം, എന്തുമാകട്ടെ ദൈവവും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന, ആ കരിയറിനെ തടസ്സപ്പെടുത്തുന്ന, ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതാക്കുന്ന, അതായത് നിനക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അതാ നിന്റെ വിഷമം. യെസ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാൻ പോകും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നിനക്കായി പുതിയ വാതിലുകൾ തുറക്കപ്പെടുക പോകുക. ചിലർ നിനക്കൊപ്പം വന്നു ചേരുവാൻ പോകുക. കുഞ്ഞെ, നിന്നോടാ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുവാൻ പോകുക. കരിയർ പന്ന ഗോലിയാത്ത്, സ്തോത്ര, ദാവീദിന് മുമ്പിൽ വീണതുപോലെ. ദാവീദിനറിയാം, എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ മുൻപോട്ട് പോകും. എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്? ദാവീദ് കാണുക ഈ ഗോലിയാത്ത് വീണ് കിടക്കുന്നത്. കാണുവാൻ കഴിയുന്നുണ്ടോ മുമ്പിൽ നിൽക്കുന്ന ശത്രു വീണ് കിടക്കുന്നത്? എങ്കിൽ സ്തുതിക്കുവാൻ തുടങ്ങി. കർത്താവേ, അങ്ങ് ചെയ്തതിനായി, അങ്ങ് ശത്രുവിനെ തകർത്തതിനായി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, തീർന്നോ? തൻ്റെ പൊസിഷൻ, അതെ, തൻ്റെ സ്ഥാനത്തെ കൈവശമാക്കുവാൻ ശ്രമിക്കുന്ന ശൗലിനെയും ജയിക്കുവാൻ ദാവീദിനെ ദൈവം ശക്തനാക്കി തീർത്തു. നിങ്ങൾക്ക് ലഭിക്കേണ്ട സ്ഥാനമാണ്, നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ ഫലമായി നിങ്ങൾക്ക് ലഭിക്കേണ്ട സ്ഥാനം, അത് മറ്റാരോ കുറുക്കു വഴികളിലൂടെ കൈവശമാക്കുന്നു. വേദനയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളെ തകർത്ത് കളയുവാൻ തന്നെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുവാൻ ശൗൽ പദ്ധതി ഒരുക്കി. ആരെ? ദാവീദിനെ. 3 പ്രാവശ്യം. ഒരു തവണയുള്ളത് ഞാൻ പറഞ്ഞു തരാം, ബാക്കി നിങ്ങൾ വായിച്ച് കണ്ടുപിടിച്ചു. ഒരു ചാലഞ്ചായി നിങ്ങൾ എടുക്കുക, വായിച്ച് കണ്ടുപിടിക്കുക. ഒന്നാമത്തേത് ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 19-ാം അധ്യായം 10-ാമത്തെ വാക്യം. ആ കുന്തത്തിൻ്റെ മുനയിൽ നിന്ന് ദാവീദ് ചാടിപ്പോയി. തീർന്നില്ല, തൻ്റെ സിംഹാസനത്തിൽ താൻ തന്നെ ഇരുന്നു. സ്തോത്രം. നിനക്ക് ലഭിക്കേണ്ട പൊസിഷനിൽ, നീ എത്തേണ്ട സ്ഥാനത്ത് നീ തന്നെ ഇരിക്കും. അതെ, നിങ്ങളുടെ തലമുറകൾ എത്തേണ്ട സ്ഥാനത്ത് അവർ എത്തും. അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ പൊസിഷൻ, നീ സ്വപ്നം കണ്ട പൊസിഷൻ, അത് അവരുടേത് തന്നെയായി മാറും. അപ്പോൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക. അതിനായി ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ ഇത് ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക. അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ സാക്ഷികളായി മാറും. അതെ, ഞങ്ങളെ സാക്ഷികളാക്കി മാറ്റിയ കർത്താവ് നിങ്ങളെയും സാക്ഷികളാക്കി മാറ്റും. ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേർക്ക് അനുഗ്രഹമായി മാറണമെന്ന്, അല്ലെങ്കിൽ അറിയാത്തവരായി കഷ്ടത അനുഭവിക്കുന്ന ഒത്തിരി പേർക്ക് അനുഗ്രഹമായി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ എല്ലാ ദിവസങ്ങളിലും കേട്ട് നിങ്ങളുടെ ദിവസത്തെ അനുഗ്രഹമാക്കി തീർക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. എല്ലാ ദിവസങ്ങളിലും പ്രഭാതമന്നെ എന്ന പേരിൽ ദൈവത്തിൻ്റെ വചനം ആശ്വാസവും വിടുതലും ശക്തിയുമായി നിങ്ങൾക്ക് കേൾക്കുവാനും അനുഭവിക്കുവാനും കഴിയും. എന്നാൽ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഒരു നിമിഷം അടിയൻ പ്രാർത്ഥിക്കുന്നു. ഇവരിൽ രോഗികളായിരിക്കുന്നവരെ ഇപ്പോൾ സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിച്ചാട്ടെ. രോഗികൾ നസറേനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകിയ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. അപ്പാ, ആ തടസ്സത്തെ മാറ്റി, ജോലിമേലുള്ള വെല്ലുവിളിയെ മാറ്റി, ജോലി സ്ഥിരത നൽകുന്ന കൃപയ്ക്കായി, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അങ്ങ് ജോലി നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. അങ്ങ് ജോലി നൽകിയ കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. അങ്ങ് ജോലി നൽകിയ കൃപയ്ക്കായി, ഇവരെ ജോലിക്കാരാക്കി മാറ്റിയ കൃപയ്ക്കായി, ശമ്പളം വാങ്ങുന്നവരായി മാറ്റിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. കടഭാരങ്ങൾ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ഇപ്പോൾ നിങ്ങളുടെ കടഭാരങ്ങൾ യേശു മാറ്റിയ കൃപയ്ക്കായി സ്തുതിക്ക്. സ്തുതിക്ക്. ആ കടം മാറുക, ആ പലിശക്കടത്തിൽ നിന്ന് പുറത്തു വരുവാൻ കർത്താവ് വഴി തുറക്കുക. സ്തോത്രം. ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം പുതുവഴികൾ തുറന്നു തരിക. നിന്റെ കുടുംബജീവിതത്തെ കർത്താവ് പണിയുക. പ്രാർത്ഥിച്ചാട്ടെ. കുടുംബജീവിതത്തെ പണിത കൃപയ്ക്കായി, എൻ്റെ ഭാര്യ എനിക്കൊപ്പം സന്തോഷമായി ജീവിക്കുന്ന കൃപയ്ക്കായി. ഇതുവരെ അങ്ങനെയല്ലായിരുന്നു. എൻ്റെ ഭർത്താവ് എനിക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന കൃപയ്ക്കായി. അത് നിനക്ക് മാത്രമല്ല, നിനക്കൊപ്പമുള്ളവർക്കും അറിയാം. അതങ്ങനെ സംഭവിച്ച കൃപയ്ക്കായി എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. യേശുവിൻ നാമത്തിൽ. അതെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന കൃപയ്ക്കായി. വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ഭാവി ജീവിതം, വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറന്നു വരട്ടെ. താങ്ക് ഗോഡ്, താങ്ക് ഗോഡ്. ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ ഭവനങ്ങളെ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. വിസകൾ കിട്ടട്ടെ. പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിൽ ചില രാജ്യത്തിനകത്ത് കണ്ണുനീരോടെ ആയിരിക്കുന്നവർ, ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ വിട്ടുമാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി ഇവരെ അങ്ങ് പരിപാലിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ
ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളിപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം ദൈവം അനുവദിച്ചാൽ നാം പിന്നെയും ഒരുമിച്ചായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.